സോ എല്ലാ സെഷനിലും നമ്മൾ പറയുന്ന പോലെ വീഡിയോ മോഡിൽ വരുന്നത് വളരെയധികം മസ്റ്റാണ്. നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ ഒന്നാമതായി, അതിനപ്പുറമായിട്ട് നമുക്ക് സെഷൻക്ക് പ്രിപ്പയർ ചെയ്ത് വരാന്നുള്ളതാണ്. എപ്പളാണ് നമുക്ക് ഓരോരോ അറിവുകളും നമുക്ക് ഫലപ്രദമായിട്ട് മാറുന്നത്, യൂസ്ഫുൾ ആയിട്ട് മാറുന്നത്? നമ്മൾ ഒരു സ്റ്റുഡന്റിന്റെ ലെവലിൽ നിന്ന് കേട്ട് കഴിഞ്ഞാല്, അതായത് ഒരു ടീച്ചർ ഒരു കാര്യം ടീച്ച് ചെയ്യുമ്പോൾ ഒരു സ്റ്റുഡന്റ് ആയിട്ട് നമ്മൾ മാറിക്കഴിഞ്ഞാലല്ലേ അവിടെ നമുക്ക് ആ അറിവ് കംപ്ലീറ്റ് കിട്ടുള്ളൂ. കാരണം വിദ്യ നേടിയിട്ട് വിദ്യാർത്ഥിയായിട്ട് മാറുമ്പോൾ ആ വിദ്യ നമുക്ക് ഉപകാരപ്പെടുന്നത് പോലെ, അപ്പോൾ നമ്മൾ സ്റ്റുഡൻ്റ് ആവാൻ എത്രത്തോളം നമ്മൾ തയ്യാറായിട്ടുണ്ട് എന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു കാര്യത്തിൻ്റെ പരിപൂർണത നമുക്ക് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ നമ്മളിലൂടെ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു കാര്യം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം നമ്മളിൽ നിന്ന് പണിയെടുക്കുന്നുണ്ട് എന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? നമ്മുടെ മുന്നേ സെഷനിൽ പറഞ്ഞിട്ടില്ലേ, സ്നേഹിക്കണം സ്നേഹിക്കണം എന്ന ആഗ്രഹം എല്ലാവർക്കുമുണ്ട്, അല്ലെങ്കിൽ സ്നേഹപ്പെടണം എന്ന ആഗ്രഹം എല്ലാവർക്കുമുണ്ട്. പക്ഷെ സ്നേഹപ്പെടാൻ വേണ്ടി നീ എന്ത് ചെയ്തു എന്നതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ പെടാൻ വേണ്ടിയിട്ടും, അതുപോലെ തന്നെ പെടാൻ വേണ്ടി സ്നേഹിക്കപ്പെടാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് എന്താണോ അത് കിട്ടാൻ വേണ്ടിയിട്ടും നാം നമ്മുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്തു എന്ന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിൽ വരുന്ന സംഭവമാണ് വീഡിയോ മോഡിൽ ഇരിക്കുക എന്നൊക്കെ പറയുന്നത്. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും ഓരോ സാറ്റർഡേയ്സും നമ്മൾ നമ്മുടെ സെൽഫിനെ പറ്റി ഇങ്ങനെ ഡിസ്കവർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ? ഒരു ദിവസം നമ്മൾ സെൽഫിൻ്റെ വേർത്ത് പഠിക്കുന്നു, പിറ്റേ ദിവസം നമ്മൾ സെൽഫിന് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയുന്നു. അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ ഒരു ജേണി എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞത് സെൽഫ് വാല്യൂവിനെ പറ്റിയിട്ടാണ്. എത്രത്തോളമാണ് നമ്മൾ നമ്മുടെ സെൽഫിന് വാല്യൂ കൊടുക്കേണ്ടത്, വേർത്ത് കൊടുക്കേണ്ടത്, അതിൻ്റെ അധികം ഇമ്പോർട്ടൻ്റ് എന്താണ് സെൽഫ് വാല്യൂവിൻ്റെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. സോ നമുക്ക് ഏതായാലും സെഷനിലേക്ക് തുടങ്ങാം. സെൽഫിനെ നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊരു ക്വസ്റ്റ്യനിലൂടെയാണ് ഞാൻ ഈ സെഷൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് ചോദിച്ചു നോക്കുക, എത്രത്തോളം ഞാൻ എൻ്റെ സെൽഫിനെ മനസ്സിലാക്കിയിട്ടുണ്ട്? എന്നെ മനസ്സിലാക്കുന്നതിലൂടെ അല്ലേ എനിക്ക് ഇമ്പോർട്ടൻ്റ് അതിന് കൊടുക്കാൻ പറ്റുള്ളൂ. പല ആളുകളും നമ്മളോട് പറയുന്ന ക്വസ്റ്റ്യനാണ്, എനിക്ക് മെഡിറ്റേഷൻ ചെയ്യുന്ന അതിയായ ആഗ്രഹമുണ്ട്. അതേപോലെ നമ്മൾ സെഷനിൽ കയറിയിട്ട് കുറേ ടൂൾസും കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്ത ആളുകൾ, ആ ടൂൾസ് പ്രാക്ടീസ് ചെയ്യണം അതിയായ ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് എന്ത് ചെയ്യുമെന്ന് അറിയുന്നില്ല, എനിക്കൊരു മടി വരികയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടാവാം. പക്ഷെ ആഗ്രഹം ഫലപ്രദമാക്കിയിട്ട് അത് ചെയ്യാൻ മുന്നിലോട്ടൊക്കെ പോകുമ്പോൾ കുറേ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നതായിട്ടൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണോ ആ ഒരു കാര്യത്തിന് നിങ്ങൾ വാല്യൂ കൊടുത്തു തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. പ്രയോറിറ്റൈസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. രാവിലെ എണീറ്റിട്ട് പല ആളുകളും നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ്, സ്പിരിച്വലായിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ മുസ്ലിംസ് ആണെന്നുണ്ടെങ്കിൽ രാവിലെ മോർണിംഗ് ഏർലി മോർണിംഗ് പല പ്രേയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പല റിലീജിയനിലും പല കാര്യങ്ങളും അവർ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എനിക്ക് വർത്ത്ഫുൾ ആയിട്ട് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. ബട്ട് എന്നെക്കൊണ്ട് അത് നടക്കുന്നില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെക്കൊണ്ട് നടക്കുന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ പലപ്പോഴും കേട്ടതായിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഫുഡ് കഴിക്കാൻ പണ്ടൊക്കെ ടീച്ചർമാർ നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും മറന്നു കഴിഞ്ഞാൽ, എടാ ഈ എൻ്റെ വീട്ടിൽ നിന്ന് ഫുഡ് എടുക്കാൻ പറഞ്ഞിട്ടില്ല, ടിഫിൻ ബോക്സ് എടുക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ടല്ലേ? ശരിക്കും അതിൻ്റെ യഥാർത്ഥമായ സാരത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്താ അവിടെ മനസ്സിലാക്കുന്നത്? നമ്മൾ ഫുഡ് കഴിക്കുന്നത് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻറ്റും നമ്മൾ പ്രയോറിറ്റിയും കൊടുക്കുന്ന സംഭവമാണ്. അതിന് പ്രയോറിറ്റൈസ് കൊടുക്കുമ്പോൾ ആ കാര്യം സിമ്പിളായിട്ട് നടക്കുന്നു. അതുപോലെ തന്നെ എത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ സെൽഫിൽ ചെയ്യേണ്ട ഓരോരോ കാര്യങ്ങൾക്കും പ്രയോറിറ്റൈസ് കൊടുക്കുന്നുണ്ടോ, അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി 24 മണിക്കൂറേ ഉള്ളൂ. ഒരാൾക്ക് കൂടുതൽ ഒരാൾക്ക് കുറവൊന്നുമില്ല. ചില ആളുകൾ കൂടുതൽ പെർഫോം ചെയ്യുന്നത് അവർ ഇഷ്ടപ്പെട്ടിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്ര റിസൾട്ട് അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമ്മളും അതിന് തയ്യാറായിട്ട് മാറുമ്പോൾ നമുക്കും അതുപോലെ റിസൾട്ടും കാര്യങ്ങളും കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തുടങ്ങേണ്ടത് എവിടുന്നാന്ന് ചോദിക്കുമ്പോൾ, നമ്മളെ സെൽഫിനെ നമ്മൾ വാല്യൂ ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. സെൽഫിനെ വാല്യൂ ചെയ്ത് തുടങ്ങുന്നത് എങ്ങനെ? പ്രയോറിറ്റൈസ് ചെയ്ത് തുടങ്ങുക. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളിലൂടെ സംഭവിക്കുന്ന ഓരോരോ കാര്യം എന്തിലേക്ക് പ്രയോറിറ്റൈസ് ചെയ്തെന്ന് അതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സെൽഫിൽ നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ, രാവിലെ മോർണിംഗ് ഒക്കെ എണീറ്റ് നിങ്ങൾ ടു ഡു ലിസ്റ്റ് ഒക്കെ ചെയ്യുന്ന ആളുകളാവാം. ഈ ടു ഡു ലിസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളിലൂടെ സംഭവിക്കുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ എന്താണോ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യം കൊടുക്കുക. നമ്മൾ എവിടെ ചെന്നാലും, നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും, ഇത് ഈ ഒരു വ്യക്തി കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് തൃപ്തി തരാൻ വേണ്ടിയിട്ട് എന്നതിനപ്പുറമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണോ അതിൻ്റെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള,
ഏറ്റവും 100% എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ട്രൂത്ത്ഫുൾ ആയിട്ട് ചെയ്യണം എന്നൊരു ഇന്റൻഷനോട് കൂടിയിട്ട് നിങ്ങൾ ഓരോരോ കാര്യങ്ങളും ചെയ്യാൻ നോക്കിയേ. അപ്പോൾ അതിന്റെ ഏറ്റവും വാല്യൂ നിറയും. അതുപോലെ തന്നെ നിങ്ങൾക്കും വാല്യൂ ചെയ്ത് തുടങ്ങും എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ കണ്ടന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഏതൊരു കാര്യം ചെയ്യാൻ നിൽക്കുമ്പോഴും, ഏതൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അതിന്റെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്തിനാ ഞാനത് അങ്ങനെ ചെയ്യുന്നത്? എന്നിൽ നിന്ന് പുറപ്പെടുന്ന ഓരോരോ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വാല്യൂ നമുക്ക് കൊടുത്ത് തുടങ്ങുമ്പോൾ പുറത്തുനിന്ന് നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ പല ആൾക്കും നമ്മളോട് സംസാരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അവനക്കൊരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യും ട്ടോ. അല്ലെങ്കിൽ അവനക്കൊരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടതായിട്ടില്ല എന്നുള്ളത്. ഈ ഇങ്ങനെ ഒരു ടാഗ് ലൈൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നമുക്ക് കിട്ടുക എന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതാണല്ലോ. നമ്മളൊരു കാര്യം ഒരാൾ വിശ്വാസത്തോടെ ഏൽപ്പിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു കാരണമാകുന്നുള്ളതാണ്. കുറെ പണി കിട്ടുന്നല്ല ട്ടോ ഞാൻ ഉദ്ദേശിച്ച് വരുന്നത്. ഇതിലൂടെ നിങ്ങൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് മാറും എന്നുള്ളതാണ്. കാരണം ഈ ഒരു സൊസൈറ്റി നമ്മൾ ജീവിച്ചു കൊണ്ടേയിരിക്കുകയാണല്ലേ. ഈ ജീവിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ ഒരു സൊസൈറ്റിയിലെ ഏറ്റവും നല്ല വ്യക്തികളായിട്ട് മാറാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? ഇതുപോലത്തുള്ള കാര്യങ്ങളാണ്. നമ്മൾ നമ്മളിലൂടെ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പെർഫെക്റ്റ് ആയിട്ടേ ചെയ്യുള്ളൂ എന്നില്ല ട്ടോ. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കുക. പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ എത്ര വിചാരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഈ തോട്ട് എന്ന് പറയുന്നത്, നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. പക്ഷേ നമ്മൾ ഈ ഒരു മനസ്സിനെ പൊതിഞ്ഞിരിക്കുന്ന സാധനമാണ് ചിന്തകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ പുതപ്പാക്കപ്പെട്ട ചിന്തകളിൽ നല്ലതും വരാം, ചീത്തതും വരാം. അപ്പൊ എപ്പളാണ് നമുക്ക് ഈ ചിന്തയിൽ ഏറ്റവും നല്ലതായിട്ട് മാത്രം വന്നുകൊണ്ടിരിക്കുക? നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുമ്പോൾ, ട്രൂത്തിലേക്ക് അടുക്കുമ്പോൾ. എന്ന് നമ്മൾ ട്രൂത്തിലേക്ക് അടുക്കുന്നോ, യാഥാർത്ഥ്യം നമ്മളിലേക്ക് വന്നു ചേരുന്നോ, അന്ന് മുതൽ നമ്മുടെ ചിന്തകൾ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ചിന്തകളെ നമ്മളിലേക്ക് വന്നു തുടങ്ങുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഒരു ചെയ്തുകൊണ്ടിട്ട് നമുക്ക് എത്തുന്ന ഒരു സ്റ്റേറ്റ് ആണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഏതൊരു കാര്യത്തെയും ഏറ്റവും ട്രൂത്ത്ഫുൾ ആയിട്ട് നമുക്ക് നടത്തിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആവുക. അതിൽ ഇൻവോൾവ് ആവുന്നതിലൂടെ മാത്രമാണ് ഇവോൾവ് ആവാൻ നമ്മളെ കൊണ്ട് സാധ്യമാകുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതിൽ ഇൻവോൾവ് ആയിട്ട് ആ കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇൻവോൾവ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ സെൽഫിന് ഒരു വാല്യൂ ചെയ്തിട്ട്, അതായത് ഞാൻ എൻ്റെ സെൽഫിന് ഇന്ന വാല്യൂ കൊടുക്കുന്നു. എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ വാല്യൂ എന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ സെൽഫ് വാല്യൂ എന്ന് പറയുന്നത്. നമ്മളിലൂടെ സംഭവിക്കുന്ന ഓരോരോ കാര്യങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെ ഹാബിറ്റിലേക്ക് നമ്മൾ ശ്രമിക്കുക. എത്രത്തോളമാണ് എനിക്ക് എൻ്റെ സെൽഫിൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതായിട്ടുള്ള ഓരോരോ കാര്യങ്ങളും, കാരണം നമ്മുടെ ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മളെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ നമ്മൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഒരു ബെറ്റർ പേഴ്സൺ, ഒരു പേഴ്സണാലിറ്റി ക്യാരക്ടർ നിങ്ങൾക്ക് കൊണ്ടുപോകണോ, നിങ്ങൾ നിങ്ങളുടെ ഹാബിറ്റ് ഒന്ന് റീചെക്ക് ചെയ്യണം. അപ്പോൾ ഇന്ന് നമ്മൾ സെൽഫിനോട് നോക്കേണ്ട സംഭവം എന്താണ്? എന്തൊക്കെ ഹാബിറ്റാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്? അപ്പോൾ നമുക്ക് അവിടെ ഏറ്റവും ട്രൂത്ത്ഫുൾ ആക്കാൻ പറ്റിയ സംഭവം എന്താണ്? നമുക്ക് ഏറ്റവും പ്രിഷ്യസ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത്, എല്ലാ ടൈമും പ്രിഷ്യസ് ആണ്. പക്ഷെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിക്കാൻ പറ്റുന്ന ടൈം എന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മൾ ഏർലി മോർണിംഗ് ഒക്കെയാണ് അല്ലേ? മോർണിംഗ് നമ്മളിങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് കഴിഞ്ഞിട്ട് ഒരു ആൽഫ സ്റ്റേറ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണല്ലേ നമ്മൾ ഓരോരോ പ്രവർത്തനത്തിലേക്കും ഇറങ്ങുന്നത്. അപ്പോൾ എന്നോട് പലപ്പോഴും പല ആളുകളും പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ആഹ് എന്തെന്നറിയില്ല, കാണുമ്പോഴത്തേനും ഒരു പോസിറ്റിവിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങൾ നിങ്ങളെ അടുത്തുകൂടെ പോകുമ്പോഴോ, അല്ലെങ്കിൽ എന്താ നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോഴോ എന്നൊക്കെ നല്ലൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മളിൽ കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ്. നമ്മുടെ മോർണിംഗ് റൊട്ടീൻ നമ്മൾ ഏറ്റവും ട്രൂത്ത്ഫുൾ ആക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ പല മോങ്കും പല ബുദ്ധിസ്റ്റ് ആളുകളും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതൊന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. നമ്മൾ ഏർലി മോർണിംഗ് നമ്മൾ എണീറ്റ ഉടനെ, എണീറ്റതിന് ശേഷം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് മാറുക എന്നുള്ളതാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും നന്ദിയുള്ളവരായിട്ട് മാറുക. ഒരു എണീറ്റിട്ട് നേരെ ഫോണിലേക്ക് നോക്കാതെ, അല്ലെങ്കിൽ ഫോണിൽ കുറേ നേരം നോക്കി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സമയം കളയാതെ ഒന്ന് എണീറ്റിട്ട് ഒന്ന് പുഞ്ചിരിച്ചിട്ട് നമ്മളിങ്ങനെ എണീക്കുക. എന്നിട്ട് എണീറ്റിരുന്നിട്ട് നമ്മളൊന്നിങ്ങനെ കണ്ണൊക്കെ ഒന്ന് അടച്ചിട്ട് ഒരു ധ്യാനാവസ്ഥയിലേക്ക്, നമ്മളിപ്പോൾ മെഡിറ്റേഷൻ ചെയ്തല്ലോ, അതുപോലെ ഒരു മെഡിറ്റേഷൻ തന്നെ ഒരു അവസ്ഥയിലേക്കൊക്കെ പോയിട്ട് നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിൽ കാണും. എന്ത്? ഇങ്ങനെ നന്ദിയുള്ളതായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഇങ്ങനെ ഇതാക്കുക. കഴിഞ്ഞ ദിവസം എനിക്ക് ഇത്ര ഇത്ര കാര്യങ്ങൾ ഇന്ന വ്യക്തി ചെയ്തു തന്നല്ലോ. അത് ഞാൻ വ്യക്തിയോട് നന്ദി പറയാം ട്ടോ. എന്നുള്ള രീതിയിൽ നമ്മുടെ മെന്റൽ ഡയമെൻഷനിൽ മനസ്സിൽ നമ്മളിങ്ങനെ ഒന്ന് കണ്ടുകൊണ്ടേയിരിക്കുക.
എന്നിട്ട് എന്ത് ചെയ്യുക? അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളിലാണോ ബാക്കിയുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നത്, അവർക്കൊക്കെ കംപ്ലീറ്റ് ലവ് കാര്യങ്ങൾ ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുക. സെയിം നിങ്ങളെ സെൽഫിന് കാര്യങ്ങൾക്കും. അപ്പോൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ നമുക്കൊന്നും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ കൊടുത്തോളൂ. നിങ്ങളെ ഹാർട്ട് 24 മണിക്കൂറും ഇടിച്ചുകൊണ്ടേ ഇരിക്കുന്നില്ലേ? ഒരു നേരെങ്കിലും ഒരു 2 മിനിറ്റ് റെസ്റ്റ് എടുക്കാത്ത നിങ്ങളോട് ചോദിച്ചിട്ടേ അല്ലല്ലോ. അപ്പോൾ ആ ഒരു ഹാർട്ടിന് നിങ്ങളോട് പോലും ചോദിക്കാതെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളെ കൊണ്ടുപോകുന്ന ഈ ഒരു ഹാർട്ടിന് വേണ്ടി നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നമ്മളെ ഐയിന് വേണ്ടിയിട്ട്, അങ്ങനെ നമ്മൾ ഓരോരോ ശരീര അവയവങ്ങൾക്കും നമ്മൾ നന്ദി പറയാം. നമുക്ക് അറിവുകൾ പറഞ്ഞു തരുന്നവരോട് നമുക്ക് നന്ദി പറയാം. നമ്മുടെ ഫോണൊക്കെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഫോണിൻ്റെ ബിഹൈൻഡൊക്കെ കുറേ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവാം. അവരോടൊക്കെ നന്ദി പറയാം. നമുക്ക് ഫുഡ് കിട്ടുന്ന ആളുകളൊക്കെ നമ്മൾ നന്ദി പറയാം. ഇങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൽ നിങ്ങളുടെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല കളർഫുൾ ആയിട്ട് പോകുന്നത് കാണാൻ പറ്റും. പിന്നെ നമ്മൾ എന്തിലേക്ക് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക? നമ്മൾ ഫുഡ് കഴിക്കില്ലേ? ആ ഫുഡ് കഴിക്കുന്ന സംഭവം നമ്മൾ അറിഞ്ഞുകൊണ്ട് കഴിക്കുക എന്നുള്ളതാണ്. അറിഞ്ഞുകൊണ്ട് കഴിക്കലെങ്ങനെ? ഫസ്റ്റ് ഫുഡിലേക്കൊക്കെ ഒന്ന് നോക്കി, കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരിക്കുക ഫുഡിലേക്ക്. എന്നിട്ട് ആ ഫുഡ് നിങ്ങൾക്ക് കിട്ടാൻ കാരണമായതിനൊക്കെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്തിട്ട് പതിയെ കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫീൽ ചെയ്ത് കഴിച്ചു നോക്കിയേ. അതായത് പലപ്പോഴും ഈ ഫുഡ് കഴിക്കാന്നൊക്കെ പറഞ്ഞത് മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ പറ്റാത്ത ആളുകൾ, അല്ലെങ്കിൽ ബിസി ഷെഡ്യൂൾ ആയിട്ട് ലൈഫിലുള്ള ആളുകളൊക്കെ ഉണ്ടാവാം. അവർക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടെക്നിക്കാണ് കേട്ടോ. ബി ദ മൊമെന്റ് ഒക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? മൈൻഡ്ഫുൾനെസ് ആവാന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിനൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഹാവാൻ പറ്റുന്ന ഒരു ആ ഒരു സ്റ്റേറ്റ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എണീറ്റിട്ട് ഈ ഗ്രാറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകില്ലേ, അപ്പോൾ ഈ ഫുഡൊക്കെ ഒന്ന് അറിഞ്ഞ് ഇരുന്ന് ഒന്ന് ചമക്കുമ്പോഴൊക്കെ ഒന്ന് അറിഞ്ഞിരുന്നിട്ട് ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്തൊന്ന് കഴിച്ചു നോക്കിയേ. വയറും നിറയും ഹൃദയം നിറയും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ വയറിലിങ്ങനെ കുന്നു കൂട്ടി നിറയ്ക്കലുണ്ട്. എപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സ് നിറച്ചിട്ടുണ്ടോ ഫുഡ് കഴിച്ചിട്ട് എന്ന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതും ഇതിലൂടെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ കുറേ ഹാബിറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നില്ല. ഈ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്, അതിൽ നിങ്ങൾ ഒന്ന് മൈൻഡ്ഫുൾനെസ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്തൊക്കെയാണോ ചെയ്യുന്നത്, ആ ചെയ്യുന്നത് അറിഞ്ഞ് ചെയ്യുക എന്നുള്ളതാണ്. നോട്ടവും തേട്ടവും നിൻ്റെത് എവിടേക്കാണോ അതാണ് നിന്നിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നത്. നോട്ടവും തേട്ടവും നമ്മളത് എവിടേക്കെയോ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ നമ്മളിലേക്ക് നോക്കുന്നു, നമ്മളിലേക്ക് തേടുന്നു. നിങ്ങളുള്ളിൽ ഏറ്റവും വലിയ ട്രഷർ ഹൗസ് ഇരിക്കുന്നുണ്ട്. ഞാനൊരു ഈ അടുത്തൊരു പുസ്തകത്തിൽ വായിക്കുകയുണ്ടായി ഒരു സ്റ്റോറീനെ പറ്റിയിട്ട്. ഒരു മനുഷ്യന് ആ ഒരു ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് പോയിട്ട് ഗുരുവിനോട് ചോദിക്കുകയാണ്, "അല്ലയോ ഗുരുവേ, എൻ്റെ ലൈഫിൽ എനിക്ക് ഫുള്ള് ട്രാജഡീസും കാര്യങ്ങളും മാത്രമല്ല സംഭവിക്കുന്നത്. ഇതിന് മാറാൻ വേണ്ടി എനിക്കൊരു പ്രതിവിധി പറഞ്ഞു തരുമോ?" എന്ന് ചോദിക്കണം. കാരണം എന്തിനാണ് ആ ഒരു വ്യക്തി ഗുരുവിൻ്റെ അടുത്തേക്ക് പോയി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ജീവിച്ചു പോവാണ്. അതിനൊരു മാറ്റം അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ മറ്റു ജീവികളെക്കാളും കുറേ അധികം ഡിഫറൻറ് ഉണ്ടല്ലേ. നമ്മളെ സ്ട്രക്ചറിലാന്നുണ്ടെങ്കിലും, നമ്മളെ അറേഞ്ച്മെന്റിലാന്നുണ്ടെങ്കിലും, നമ്മൾ തിങ്കിങ് പാറ്റേണിലാന്നുണ്ടെങ്കിലും എല്ലാം മറ്റു ജീവികളെയൊക്കെ നോക്കുമ്പോൾ എൻറ്റോർലി ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഈ മനുഷ്യന് എന്തുകൊണ്ടാവാം ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ളത്? നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞില്ലേ, ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത്. വന്നവരാണ് നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത്. ബട്ട് ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് എന്തൊക്കെയോ കേറിക്കൂടിയതാണ്. അപ്പൊ ഈ കേറിക്കൂടിയ കാര്യങ്ങളൊക്കെ എങ്ങനെ എൻ്റെ ലൈഫിൽ നിന്ന് എടുത്ത് കളയുക എന്ന രീതിയിലാണ് ആ ഒരു വ്യക്തി ഗുരുവിൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഗുരു അദ്ദേഹത്തോട് ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്. പണ്ട് കാലത്തൊക്കെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് വാളുണ്ടാക്കുക എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. രാജ്യഭരണ കാലത്ത് ഇന്ത്യയിൽ നിന്നുണ്ടാക്കുന്ന വാളുകളാണ് പലപ്പോഴും രാജാക്കന്മാർ യൂസ് ചെയ്തിരുന്നത്. ആ ഒരു വാള് രാജാക്കന്മാര് യൂസ് ചെയ്തിട്ട് പല ആളുകളെയും, അതായത് അത്രയും പ്രീമിയം ക്വാളിറ്റി ഉള്ള വാളുകളാണ് ഇന്ത്യയിൽ നിന്ന് മാനുഫാക്ചർ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഉണ്ടാക്കിയിട്ട് പുറത്ത് കൊടുക്കുമ്പോഴും ഈ രാജാക്കന്മാർ അധികം വാൾ എന്തിനാ ഉപയോഗിക്കുക? വാൾ പയറ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവർക്ക് അവരുടെ രാജ്യം കീഴടക്കാനും വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അത്രയും വേർത്ത്ഫുൾ ആയിട്ട് അവർ കാണുന്ന സംഭവമാണ് അവരെ വാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗുരു ചോദിക്കുകയാണ്, നിനക്ക് ഇന്ത്യയിൽ നിന്ന് നിർമ്മിച്ച ഒരു വാൾ ഞാൻ നിനക്ക് തരാമെന്ന് വെച്ചോ. ഈ ഒരു വാൾ യൂസ് ചെയ്തിട്ട്, ബട്ട് നീ എന്നോട് ഞാൻ പറയണത് മാക്സിമം യൂസ് ചെയ്യണം. കാരണം ഇതിൽ ഏറ്റവും വലിയ ട്രഷർ ഇരിക്കുന്നുണ്ട് എന്ന് നിന്നോട് പറയാണ്. അത്ഭുതങ്ങൾ ഇരിക്കുന്നുണ്ട് എന്ന് നിന്നോട് പറയാണ്. എന്നിട്ട് ഈ വാള് നീ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ്? പഴം വെട്ടാൻ വേണ്ടിയിട്ടും, അല്ലാന്നുണ്ടെങ്കിൽ കശാപ്പ് കടയിൽ കശാപ്പ് വെട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ നീ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ, എന്നിട്ട് നീ യൂസ് ചെയ്തിക്കണ് എന്ന് പറയുന്നതിൽ എന്താണ് മീനിങ് എന്ന് പറയുന്നത്? ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മളെ സെൽഫ് എന്ന് പറയുന്നത്
അത്രയും ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള അത്രയും അബണ്ടൻസ് നമ്മുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. ബട്ട് നമ്മൾ എവിടെ ഈ ഇടത്ത് യൂസ് ചെയ്യുന്നു എന്ന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും അധികം വലിയ ട്രഷർ നമ്മളെ ഹൗസ് കിട്ടിയിട്ടുണ്ടെങ്കിലും ആ ട്രഷറിനെ വേണ്ട വിധം യൂസ് ചെയ്യാതെ നമ്മൾ എപ്പോഴും നമ്മുടെ വിഷമത്തിലേക്കും പരാജയത്തിലേക്കും മാത്രം കണ്ണുകൾ ഓടിച്ച് അവിടേക്ക് മാത്രം എക്സ്ക്യൂസുകൾ പറഞ്ഞിട്ട് ആ ഒരു ട്രഷറിനെ നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളല്ലേ നമുക്ക് റിട്ടേൺ കിട്ടുള്ളൂ. അന്നേരം നമ്മൾ നല്ല രീതിയിൽ എൻ്റെ ഉള്ളിൽ എന്നെ ഞാൻ വിശ്വസിച്ച് കൊടുത്ത് എനിക്ക് ഞാൻ എൻ്റേതായിട്ടുള്ള വാല്യൂസ് കൊടുത്തുകൊണ്ട് ഞാൻ മുന്നോട്ടേക്ക് പോവുക എന്ന് പറയുമ്പോഴല്ലേ നമുക്ക് ആ പരിപൂർണതയിലേക്ക് നമ്മൾ സെൽഫിനെ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഇന്ന് മുതൽ നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു ഗുരു നമുക്ക് തന്ന ഒരു എക്സാമ്പിൾ എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കണം. നമ്മൾ അത്രയും പ്രിഷ്യസ് ആയിട്ടുള്ള ഒരു ഇതാണ്. ആ പ്രിഷ്യസ് ആയിട്ടുള്ള നമ്മളെന്ന് പറയുന്നതിനെ വിസിബിൾ ആക്കുന്ന അല്ലെങ്കിൽ എന്താണ് നമ്മൾ പ്രദർശിപ്പിക്കുന്ന ഇടം എന്താണോ, നമ്മൾ ചെയ്യുന്ന ഇടം എന്താണോ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോഴും ഗോസിപ്പൊക്കെ പറഞ്ഞ് ആളുകളെ കുറ്റം പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തന്നെ ഡിമോട്ടിവേറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ നടക്കാന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര തന്നെ നമ്മളിങ്ങനെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോസും സോഷ്യലും കയറിയിട്ട് ഒരു മാറ്റവും ഉണ്ടാവില്ല. അതിനപ്പുറം നിങ്ങൾ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഓരോരുത്തരും എന്ന് പറഞ്ഞത് വളരെയധികം ജേംസ് ആണ്. അല്ലെങ്കിൽ അതിനപ്പുറമായിട്ട് വളരെയധികം പ്രിഷ്യസ് ആയിട്ടുള്ള ഡയമണ്ട് ആണ് നമ്മൾ ഓരോരുത്തരും എന്ന് പറയുന്നത്. അത്രയും വലിയ ക്വാളിറ്റീസ് ആണ് നമ്മൾ ഓരോരുത്തരിലും ഇരിക്കുന്നത്. കാരണം 450 മെഗാ പിക്സൽ പവറുള്ള കണ്ണാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ കാഴ്ച കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും കാണുന്നുണ്ട് അല്ലേ? പല ആളുകൾക്കും പല ജീവികൾക്കും പറ്റാത്ത പല അത്ഭുതങ്ങളും നമ്മളിൽ നിന്ന് സാധ്യമാകുന്നത് എങ്ങനെയാണ്? ചിന്ത എന്ന് പറയുന്ന ഒരു ശേഷി നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ കൈകാലുകൾ അനക്കാനുള്ള കഴിവ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതെല്ലാം കിട്ടിയിട്ടും എന്തുകൊണ്ട് നമ്മൾ മനുഷ്യർ ഇങ്ങനായിട്ട് മാറുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ നമ്മളെ പ്രദർശിപ്പിക്കേണ്ട ഇടത്തല്ല നമ്മൾ പ്രദർശിപ്പിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ല നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു രാജാവ് നിങ്ങളോട് പറയാണ്, "നീ ഇന്ന ഇന്ന പ്രവർത്തനം ഈ ഭൂമിയിൽ പോയിട്ട് ചെയ്യണം ട്ടോ" എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇന്ന ഇടത്തേക്ക് പോയിട്ട് ഇന്ന ഇന്ന പ്രവർത്തനം നീ ചെയ്യണം ട്ടോ എന്നൊരു കമാൻഡ് തന്നിട്ട് നമ്മളവിടെ പ്രവർത്തിക്കാൻ വിടാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നതോ മൂപ്പര് പറഞ്ഞ പ്രവർത്തനം ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അതിനപ്പുറമായിട്ട് നമ്മൾ കുറേ വേറെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടലുകൾ കാട്ടിക്കൂട്ടുകയാണ്. എന്നിട്ട് നമ്മൾ പറയാണ്, "എൻ്റെ ലൈഫ് ഇങ്ങനെയാണല്ലോ, എനിക്കിങ്ങനെയല്ല പ്രോബ്ലംസ് വരുന്നത്." നമ്മളെ ക്രിയേറ്റർ നമുക്ക് ഗ്രേറ്റ് ആയിട്ടുള്ള ഇന്റൻഷനോട് കൂടിയിട്ട് ഗ്രേറ്റ് ആയിട്ടുള്ള പവർ തന്നിട്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളല്ലേ ഇപ്പോഴും കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുറേ ആവലാതികളും കുറേ പ്രോബ്ലംസും എല്ലാം വേണം. പക്ഷെ അതിനപ്പുറമായിട്ട് എല്ലാം പറയണം. അതിനപ്പുറമായിട്ട് നമ്മൾ എന്തൊരു ആക്ഷൻ എടുത്തു എന്ന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ സെൽഫിനെ നിങ്ങൾ പ്രദർശിപ്പിക്കുന്നിടത്ത് മാത്രം പ്രദർശിപ്പിച്ചാൽ മതി. നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഹാപ്പിനെസ്സിന് ബുദ്ധിമുട്ട് നിൽക്കുന്ന നിങ്ങളുടെ സൗര്യ ജീവിതത്തിൽ ബുദ്ധിമുട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ഡിസ്ട്രാക്ഷനാണ്. എന്ത് നമ്മൾ അതിനെ അലോ ചെയ്ത് തുടങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും പല സ്റ്റുഡൻസും പറയലുണ്ട്, സ്റ്റഡീസിൽ ഫോക്കസ് കിട്ടുന്നില്ല. എനിക്ക് ഫോണിലേക്ക് നോക്കാനാണ് അധികവും ഇഷ്ടം, അധികം കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അവിടെ ശരിക്കും സംഭവിക്കുന്നത്? ഒരു 20 മിനിറ്റ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കണമെന്ന് ഷെഡ്യൂൾ ചെയ്തു. അല്ലെങ്കിൽ 1 ഹവർ നമ്മൾ പഠിക്കണമെന്ന് ഷെഡ്യൂൾ ചെയ്തു. ബട്ട് നമ്മൾ പോലും അറിയാതെ അല്ലെങ്കിൽ നമ്മൾ പോലും ഇന്റൻഷ്യലി ഫോൺ എടുക്കുകയാണ് അല്ലേ? അല്ലെങ്കിൽ എന്താ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അലോ ചെയ്യണം. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? എന്നെ ഡിസ്ട്രാക്ട് ചെയ്തോളൂ. ഞാൻ ചെയ്യേണ്ട പ്രവർത്തനത്തിൽ നിന്നിട്ട് എന്നെ ബുദ്ധിമുട്ടിച്ചോളൂ എന്ന് നമ്മൾ തന്നെ നമ്മൾ പറയുമ്പോൾ എങ്ങനെ നമുക്ക് നമ്മളെ എലിവേറ്റ് ചെയ്യാൻ പറ്റും? എങ്ങനെ നമുക്ക് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം എന്താണ്? നമുക്ക് ഒരു കോർ വാല്യൂസ് നമ്മൾ സെൽഫ് സെറ്റ് ചെയ്യണം. ഞാനെന്ന് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളെ സെൽഫ് സെറ്റ് ചെയ്യണം. അതായത് ഈ ഫോൺ എന്ന് പറയുന്നത് നമ്മളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലേ? എന്തൊരു സംഭവം ആണെങ്കിലും നമ്മളെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ ഇൻഫ്ലുവൻസ് എന്നൊക്കെ നമ്മൾ അൺഡിഫൈൻഡ് ആയിട്ട് നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാതെ നമുക്ക് നമ്മുടേതായ രീതിയിൽ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ നമ്മളെ വാല്യൂസ് മനസ്സിലാക്കണം. നിങ്ങൾ ബൗണ്ടറീസ് വരയ്ക്കേണ്ട കുറേ ഇടങ്ങളുണ്ട്. അവിടെ ബൗണ്ടറീസ് വരക്കണം. അതായത് ഇപ്പൊ നമ്മളെ ഫോണ് നൈറ്റ് നമ്മൾ ജസ്റ്റ് നമുക്ക് ഒരു ഇന്റൻഷൻ എടുത്തില്ലേ? നൈറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ എന്റെ ഫോൺ യൂസ് ചെയ്യൂല. അങ്ങനെ ഒരു ഇന്റൻഷൻ നിങ്ങൾക്ക് എടുത്തൂടെ? എന്നിട്ടെന്താ മോർണിംഗ് ഞാൻ ഒരു 2 ഹവർ എനിക്ക് ഫോൺ എടുത്തുകൂടാ? അങ്ങനെ ഒരു ഇന്റൻഷൻ നമുക്ക് വെക്കാലോ. അപ്പൊ അത് നമ്മളൊരു ബൗണ്ടറി ആയിട്ട് വെക്കുക. എന്നിട്ട് അതിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണോ അത് നമ്മൾ ചെയ്ത് കൊണ്ടേയിരിക്കുകയാണ്. അവിടെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ നമുക്ക് വാല്യൂ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാലേ നമ്മളിലൂടെ സംഭവിക്കുന്ന എല്ലാത്തിലും വാല്യൂ ഉണ്ടായി തുടങ്ങുള്ളൂ. കാരണം നമ്മളിലൂടെ
നമ്മളിലൂടെ സംഭവിക്കുന്ന ഓരോരോ കാര്യങ്ങളെന്ന് പറഞ്ഞത് വളരെയധികം വാല്യൂ വർത്ത് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നമ്മൾ നമുക്ക് കൊടുത്തു തുടങ്ങിയാലേ കാര്യങ്ങൾ ആ രീതിയിൽ സംഭവിച്ചു തുടങ്ങുള്ളൂ. അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ നിങ്ങളുടെ ഹാബിറ്റിലേക്കും, നിങ്ങൾ നിങ്ങളുടെ സെൽഫിലേക്കും ഒന്ന് ഫോക്കസ് ആയിട്ട് ഇരുന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ളത്? ശരിക്കിലും ഞാൻ ഈ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും എന്നെ ഉയർത്തുകയാണോ ചെയ്യുന്നത്? എന്നെ താഴ്ത്തുകയാണോ ചെയ്യുന്നത്? എൻ്റെ വാല്യൂസിൽ ഒതുങ്ങുന്ന കാര്യങ്ങളാണോ? അല്ലെങ്കിൽ എനിക്ക് വേണ്ട കാര്യങ്ങളാണോ? പ്രവർത്തനങ്ങളാണോ ഇനി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്? ഇത് നമ്മൾ എപ്പോഴും റീചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. റീ എൻജിനീയർ നമ്മൾ നടത്തിക്കൊണ്ടേയിരിക്കണം. ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പോൾ എവിടേക്കെങ്കിലും പോവാൻ ഇറങ്ങാന്ന് വെച്ചോളൂ. ആ പോവാൻ ഇറങ്ങുമ്പോൾ നമ്മൾ നമ്മളെ മുടിയും കാര്യങ്ങളൊക്കെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് മാറ്റുമല്ലോ. അതായത് കണ്ണാടിയിലൊക്കെ നോക്കി പൗഡറോ കാര്യങ്ങളിൽ കൺമഷിയൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഒരുങ്ങി സെറ്റായിട്ട് പോവുമല്ലോ. അവിടെ എന്താണ് നമ്മൾ ബാക്കി എന്താ ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണല്ലേ, അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകാൻ തയ്യാറാവണല്ലേ. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ നോക്കിയിട്ടൊന്ന് റീചെക്ക് ചെയ്ത് സെറ്റായിട്ട് മാറുകയാണ്. അപ്പോൾ നിങ്ങളൊരു വിഷനായിട്ട് അല്ലെങ്കിൽ ഒരു ചലഞ്ചസ് ആയിട്ട് എടുക്കുക. ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ നന്നായിക്കൊണ്ടേ ഇരിക്കുകയാണ്. എവരി ഡേയും എവരി വേ ഗോയിങ് ടു ബെറ്റർ ആൻഡ് ബെറ്റർ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക. എപ്പോഴാണ് നമുക്ക് ബെറ്റർ ആവാൻ പറ്റുള്ളൂ? മുന്നുള്ള സംഭവത്തിനായിട്ട് ഇപ്പോഴുള്ള സംഭവം ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്നു എന്നൊരു കാര്യം നമുക്ക് കിട്ടുമ്പോഴല്ലേ നമുക്ക് ബെറ്റർ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഈ ഒരു പ്രവർത്തനം ഞാൻ ഇങ്ങനെയല്ലേ ചെയ്തിട്ടുള്ളത്, നെക്സ്റ്റ് ടൈം ചെയ്യുമ്പോൾ ഒന്നും പാടി ട്രൂത്ത്ഫുൾ ആക്കണം, അല്ലെങ്കിൽ ഒന്നും പാടി ബെറ്റർ ആക്കണം, അത് ഞാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് അതിനുള്ള ആക്ഷൻസ് എടുത്തുകൊണ്ടേ ഇരിക്കുക. നമ്മൾ തന്നെ നമ്മളുടെ ഏറ്റവും വലിയ വാരിയർ ആയിട്ട് മാറുമ്പോൾ, അല്ലെങ്കിൽ നമ്മളതിനെ നമ്മൾ അപ്പ് ഡൗൺ ചെയ്യുന്ന, നമ്മൾ വളർത്തുന്ന ഒരു വ്യക്തിയായിട്ട് മാറുമ്പോൾ ഒരാൾക്കും നമ്മളെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരാൾക്കും നമ്മൾ ഒരു പോയിന്റിന്ന് പോലും നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ, അല്ലെ താത്താനെ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ്, നമ്മളെ ഏറ്റവും ഉയർച്ചയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുക. ഇപ്പം നമുക്കിങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെയാണ് മെൻറ്റേഴ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് വരുന്നത്. നിങ്ങൾക്കൊരു മെൻറ്ററെ ഹെൽപ്പൊക്കെ നേടിയിട്ട് അവർ നിങ്ങളെ ഗൈഡ് ചെയ്യും എങ്ങനെ നിങ്ങൾക്ക് എലവേറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഇന്നും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഞാൻ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും ഞാൻ റീചെക്ക് ചെയ്യും. എന്നിട്ട് എനിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് എന്ന് നമ്മളെപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, അപ്പോൾ നമ്മൾ ശരിക്കും അവിടെ നമ്മളൊരു ആവശ്യം പോലും ഇല്ല. അപ്പോൾ നമ്മളെന്താ, നമ്മൾ സെൽഫിനെ പ്രയോറിറ്റി ചെയ്തിട്ട് നമ്മളവിടെ മാറിയിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഈ മോർണിംഗ് ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ ഗ്രാറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്, ഒരു ടാസ്ക്കാണ് എന്ത്, ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് എനിക്ക് ചെയ്യേണ്ടതുള്ളത്. അത് ടു ഡു ലിസ്റ്റ് എഴുതാം. അതിനപ്പുറമായിട്ട് നിങ്ങളെന്താ സ്ക്രിപ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാൻ നിൽക്കുക. ഒന്ന് സ്ക്രിപ്റ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് വേണ്ടി ഒരു മീ ടൈം എന്ന് പറഞ്ഞ ഒരു 5 മിനിറ്റ് നിങ്ങളിങ്ങനെ യൂസ് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ എഴുതുക. ഓക്കെ, ഞാൻ ഈ രാവിലെ എണീക്കുന്നു, എണീറ്റതിന് ശേഷം ഇപ്പം ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി എൻ്റെ ഡേയിൽ ഞാൻ ഇത്ര ഇത്ര കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇന്ന് ഈ ഡേ ഇങ്ങനെ കഴിഞ്ഞു, ഉച്ച ആയിട്ടുണ്ട്, വൈകുന്നേരം ആയിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നത്, അവിടുത്തെ ഏറ്റവും വലിയൊരു റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ ഏത് സ്റ്റേറ്റ് ഓഫ് റിയാലിറ്റിയിലാണോ ഇരിക്കുന്നത്, ആ റിയാലിറ്റി സംഭവമാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നത്. സോ നിങ്ങൾക്ക് പ്രോബ്ലംസ് ആണ് വരുന്നത്, നമ്മൾ ആ ഒരു സ്റ്റേറ്റ് ഓഫ് റിയാലിറ്റിയിലേ നമ്മൾ എത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വേണ്ടതായിട്ടുള്ള റിയാലിറ്റി ഉണ്ടാവില്ലേ? ആ റിയാലിറ്റിയിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇന്നർ വേൾഡ് നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഔട്ടർ വേൾഡിൽ മാറ്റങ്ങൾ വരും. അത് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. അപ്പോൾ ഈ ഇന്നർ വേൾഡിൽ നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂറോൺസിനെ അല്ലെങ്കിൽ നമ്മൾ തോട്ട്സിനെ ഏറ്റവും ബെറ്റർ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് സ്ക്രിപ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് നമ്മളിങ്ങനെ റിട്ടേൺ ചെയ്യുക ഓരോരോ കാര്യങ്ങൾ നമുക്ക് വേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇന്നു മുതൽ നമ്മളെ പേനകൾ നമുക്ക് വേണ്ടി ചലിച്ചു തുടങ്ങട്ടെ. പലപ്പോഴും നമ്മൾ ഇമോഷനൊക്കെ എഴുതാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ കോളേജ് നോട്ട്സൊക്കെ എഴുതാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി മുതൽ നമ്മളെ ലൈഫ് എഴുതാൻ വേണ്ടി നമ്മളെ പേനകൾ ചലിച്ചു തുടങ്ങട്ടെ. അപ്പോൾ അത് നിങ്ങളെപ്പോഴും ഇൻറ്റൻഷൻ വെച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മോർ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ എണീറ്റിട്ട് ഇന്ന് നടക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അത് നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ചെയ്ത് നോക്കുക. പിന്നെ അതൊന്ന് ഇപ്പോൾ നമുക്ക് എന്താണ് ടൈം വെറുതെ വേസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ പോരെ. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ഉണ്ടാവുമല്ലോ. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യും, എൻ്റെ ലൈഫ് എന്താ ഇങ്ങനെ, എനിക്കെന്താ ഇങ്ങനെയൊക്കെ പോകണം എന്ന് ഫീൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആലോചിക്കേണ്ട സംഭവം എന്താണ്, സെൽഫ് വർത്തും സെൽഫ് ലവ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ ഒരു 10 വർഷം കഴിഞ്ഞാൽ, ഒരു 5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ എങ്ങനെ ആയിട്ട് കാണണം എന്നാണോ ആഗ്രഹിക്കേണ്ടത്, അതൊന്ന് സെറ്റാക്കി വെക്കുക. എന്നിട്ട് ഇപ്പം നമ്മളിങ്ങനെ ഒന്ന് കുഴങ്ങിയിരിക്കുക, അല്ലെങ്കിൽ നാലാൾക്കാർ നമ്മളോട് പറയാണ്, എടാ എന്താ പൻ്റെ ഒരു അവസ്ഥ, ഇങ്ങനെയൊക്കെ പോയാൽ മതി, ഞങ്ങൾക്ക് ഇത്ര കാര്യം കിട്ടി, എന്തെങ്കിലും ചെയ്യാത്ത, അങ്ങനെയൊക്കെ പല ആളുകൾ നമ്മളിങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് ലവിനെ കൂട്ടാൻ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക, 5 വർഷം കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരാളായിട്ട് മാറും. അപ്പോൾ ഈ
ഒരു വ്യക്തിനോട് ഇപ്പൊ എങ്ങനെ പറയുന്നുണ്ടാവുക? എന്റെ കൂടെ സെൽഫി എടുക്കൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ആ രീതിയിൽ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക. എപ്പോഴും നമ്മൾ മാറ്റിക്കൊണ്ടേ ഇരിക്കുക. കാരണം നമ്മൾ തുടർച്ചയായിട്ട് നമ്മളിൽ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഒരാൾക്കും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത അൺസ്റ്റോപ്പബിൾ ആയിട്ട് മാറുകയും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തായിട്ടുള്ള ഒരു സംഭവം നമ്മളിലേക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം ക്രിയേറ്റർ എന്ന് പറഞ്ഞ അബണ്ടന്റ് ആയിട്ടുള്ള കഴിവ് നമ്മൾ മനുഷ്യർക്ക് ഓരോരുത്തർക്കും തന്നിട്ടുണ്ട്. എത്ര വാരിക്കോരി തരാനും നമ്മൾ ക്രിയേറ്റർ തയ്യാറാണ്. പക്ഷെ നമ്മളത് എടുക്കാനുള്ള ഒരു മനസ്സോ അല്ലെങ്കിൽ എടുക്കാനുള്ള സംഭവം നമ്മളിലേക്ക് നമ്മൾ തയ്യാറാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ കിട്ടിയ കാര്യങ്ങളിലും ഇപ്പൊ വിട്ടതും അതിൽ കംഫർട്ട് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ കംഫർട്ട് ആണോ എവിടെ, അവിടെ നമ്മൾ ആ കംഫർട്ട് ബ്രേക്ക് ചെയ്തിട്ട് ബിയോണ്ട് ആയിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെൽഫ് വാല്യൂവിനെ പറ്റിയിട്ട് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ നമ്മളെ റുട്ടീനെ പറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു റുട്ടീൻ നമ്മളൊരു മോർണിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല ട്രൂത്ത്ഫുൾ ആയിട്ട് നമുക്ക് ആ ഡേ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. കാരണം പലപ്പോഴും നിങ്ങൾ ആലോചിക്കണ വേറൊരു കാര്യം കൂടെ, നമുക്ക് ഈ അറിവുകളും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മളിപ്പോൾ എപ്പോഴാണ് ഈ അറിവുകളൊക്കെ നമ്മൾ ഒന്നാമതായിട്ട് സീക്ക് ചെയ്യാൻ വരിക? എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ വരുമ്പോഴാണ് അല്ലേ? അന്ന് സമാധാനം കിട്ടണല്ലോ എന്ന് വിചാരിച്ചിട്ട് എവിടെ വേണോ സമാധാനം ഉള്ളത് ആ ഇടം പോലും നമ്മൾ തയ്യാറായിട്ട് ഇരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോ പലപ്പോഴും നമ്മളെ സെഷനുകളിലൊക്കെ പല ടൂൾസും കാര്യങ്ങളൊക്കെ പല ആളുകളും കിട്ടിയിട്ട് അവർക്ക് സമാധാനം കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യും. സമാധാനം കിട്ടിയോണ്ട് മാത്രം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. സമാധാനം കിട്ടി കഴിച്ചിട്ട് ആ സമാധാനത്തിലൂടെ ഇനി നിലനിർത്താൻ വേണ്ടിയിട്ട് എങ്ങനെ വർക്ക് ചെയ്യാൻ കൂടെ ആലോചിക്കണം. കാരണം സമാധാനം കിട്ടി നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് പ്രോബ്ലംസ് വരും. അപ്പോൾ പിന്നെയും ടൂൾസിലേക്ക് വരും. അപ്പോൾ എന്താണ്, ടൂൾസ് നമ്മളെ പ്രോബ്ലത്തിന് ഭരിക്കുന്ന ഒരാളായിട്ട് മാറും. അല്ലെങ്കിൽ ടൂൾസിന് അടിമപ്പെട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരും എന്നുള്ളതാണ്. ഈ ടൂൾസ് ഒക്കെ ഉണ്ടായിട്ടുള്ളത് മനുഷ്യൻ നിന്നിട്ടാണ്. അപ്പോൾ മനുഷ്യനെ ഉയർത്താനുള്ളതാണ് ഈ ഓരോരോ കാര്യങ്ങളും എന്ന് എപ്പോഴും നമ്മളിങ്ങനെ നമ്മൾ ഉണർത്തിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ സമാധാനത്തിനപ്പുറമായിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ അച്ചീവ്മെന്റ് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ നോക്കണം. ഓരോ മന്തും വൺ ഡേ അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ ആവുമ്പോൾ അല്ലെങ്കിൽ 31st ഒക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുക, ഇങ്ങനെ ആലോചിച്ച് നോക്കുക, ഈ ഒരു വർഷം എത്ര ഞാൻ സമ്പാദിച്ചു, ഈ ഒരു വർഷം ഞാൻ എത്ര കാര്യങ്ങൾ നമ്മുടെ ലൈഫിന് വേണ്ടി ചെയ്തു, ഈ ഒരു വർഷം എനിക്ക് അല്ല ഈ ഒരു മാസം എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിച്ചു എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ എക്സാമിൻ ചെയ്ത് തുടങ്ങുക. അപ്പോൾ ഓരോ ഈ മാസം നമുക്ക് പറ്റിയ ഓരോരോ കാര്യങ്ങൾ എന്താണ് അടുത്ത മാസം ചെയ്യാൻ നിൽക്കുക. അങ്ങനെ അങ്ങനെ നമ്മളിങ്ങനെ എലവേറ്റ് ചെയ്ത് നമ്മൾ തന്നെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മുടെ ടൈം ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ട്ടോ.